നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീകൺസിലിയേഷന് വേണ്ടിയിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്? ഹൗ ഡീപ്ലി ദേ ആർ വിഷിംഗ് എ റീകൺസിലിയേഷൻ വിത്ത് യു. ഓക്കെ. തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോ നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന സന്തോഷകരമായ നിമിഷങ്ങളെക്കുറിച്ച് മാത്രം ഓർക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ ഒത്തിരി നാളുകളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. പക്ഷെ ഈ ഒരു സമയം അവര് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. വളരെ ആഴത്തിൽ തന്നെ നിങ്ങളെക്കുറിച്ച് അവര് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് യെസ്. അതുകൊണ്ട് തന്നെ അവരൊരുപാട് ആഗ്രഹിക്കുന്നൊരു കാര്യം നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണം. അതുപോലെ തന്നെ നിങ്ങളെ അവര് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യലുണ്ട്. മേ ബി നിങ്ങളും ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യലുണ്ടാവാം. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ലൈഫിൽ ഒത്തിരി നിരാശ അവരായിട്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ടായ അവരിൽ നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് കാരണം നിങ്ങൾ സെപ്പറേറ്റഡ് ആയതായിരിക്കണം. പക്ഷേ അവർക്ക് ഇപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് തന്നെ അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോകുമോ എന്ന് പോലും ആ വ്യക്തിക്ക് ഒരു ഫിയർ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ലൈഫിലുള്ള മറ്റ് സന്തോഷങ്ങളൊന്നും നിങ്ങൾക്ക് പകരമാവില്ല. നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് മറ്റൊരു കാര്യങ്ങളാലും അവരുടെ ലൈഫിൽ സംഭവിക്കില്ല എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. യെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നിങ്ങളിൽ തിരികെ നൽകണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം ഒരിക്കലും ആ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടില്ല. ആ ഒരു ചിന്ത ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവരിപ്പോൾ നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്നേഹം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ലൈഫിൽ. നിങ്ങൾ എന്ന് പറയുന്നത് അത്രമാത്രം അവർക്ക് വിലമതിക്കാനാവാത്ത അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അവരുടെ ലൈഫിൽ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് നിങ്ങൾക്ക് അവർ നൽകുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും നിങ്ങൾ നൽകുന്ന ആ ഒരു സന്തോഷം അവർക്കൊരിക്കലും ഉപേക്ഷിക്കാനാവില്ല. അത്രമാത്രം അവരുടെ ലൈഫിൽ സന്തോഷം നൽകിയിട്ടുള്ള വ്യക്തി, കെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരു റീകൺസിലേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം ആഴത്തിൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ഉണ്ടാവണം, ഈ സെപ്പറേഷൻ മാറണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്. ഇനിയും അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വേദനിക്കാൻ തയ്യാറല്ല. അത്രമാത്രം അവർ വേദനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മേ ബി നിങ്ങൾക്കും ഈ ഒരു സെയിം ഫീലിംഗ് സെയിം സിറ്റുവേഷൻ ആയിരിക്കാം. ആരോടും പുറത്ത് പറയാൻ പോലും കഴിയാത്ത അത്രമാത്രം വേദന നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലും അത്രമാത്രം വേദനയുണ്ട്. പക്ഷേ അതവർക്ക് എക്സ്പ്രസ് ചെയ്യാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രമാത്രം അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അത്രമാത്രം സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. റീകൺസിലേഷന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. യെസ്, എ ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷൻ. ഡെഫിനറ്റ്ലി ആ വ്യക്തിക്ക് ഇനിയും ഈ ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു കണ്ടീഷനിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റീകൺസിലേഷൻ പോസിബിലിറ്റി എന്തൊക്കെയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദെൻ യെസ്, ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരവസരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏഞ്ചൽസിൻ്റെ ഒരുപാട് സപ്പോർട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നിങ്ങളുടെ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. ഐ എം മിസ്സിങ് യുവർ ലവ്. നിങ്ങളുടെ സ്നേഹം അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
ഐ എം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്. ഇപ്പോൾ അവർ അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. മേ ബി അവർ ഒരുപാട് എന്താണ് ഒരു റഫായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ഇത്തരം ഫീലിങ്സ് ഒക്കെ വളരെ കുറച്ച് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ ഇപ്പോൾ അവർ അത്തരം കാര്യങ്ങളോട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഫോർഗീവ് മീ, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്കാണ് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. പ്ലീസ് ഫോർഗീവ് മീ, ഐ എം സോറി. ഓക്കെ, ഒരുപാട് തവണ നിങ്ങളോട് അവർ സോറി പറയുന്നുണ്ട്. അത്രമാത്രം ഒരു ഗിൽറ്റ് ഫീൽ അവർക്കുണ്ട്. ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, മേ ബി ഈ ഒരു സെപ്പറേഷൻ കൊണ്ട് തന്നെ അവർ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. അവർക്ക് ഈ ഒരു സാഹചര്യം മറികടക്കാൻ പോലും കഴിയാത്ത അത്രയും ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ്. ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ്. നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. ആൻഡ് ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അത്രമാത്രം ആഴത്തിലുള്ളൊരു റിലേഷൻഷിപ്പാണ് ഇത് എന്ന് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ആൻഡ് ഐ വിൽ കോൾ യു സൂൺ. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ഒരു കോൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഐ മിസ് യു. അത്രമാത്രം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. ഐ മിസ് യു, മിസ് യു, മിസ് യു. ഇതിൽ കൂടുതൽ ഒന്നും പറയാൻ വാക്കുകളില്ല. അവർ ഈ കാർഡ്സിലെല്ലാം നമുക്ക് വ്യക്തമാണ് അവർ എത്രമാത്രം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ അത്രമാത്രം ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട്. ആൻഡ് ഫൈനലി എവറി സോങ് റിമൈൻഡ്സ് മീ അബൌട്ട് യു. അവർ കേൾക്കുന്ന എല്ലാ പാട്ടുകളും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്. ഓക്കെ, റൈറ്റ്. വൈറ്റ് കളർ, ലെറ്റർ യു. യെസ്, പോസിബിൾ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം ഒരു പോസിബിലിറ്റി ഉണ്ട്. അവർ നിങ്ങളുമായിട്ട് റീകൺസിലേഷനുള്ള ചാൻസസ് ഉണ്ട്. മെയ് മന്ത്, ലെറ്റർ ജെ, ലെറ്റർ ഡി, 20th എന്നുള്ളൊരു ഡേറ്റ് ആണ്. 222. മേ ബി ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇപ്പോൾ കാണുന്നുണ്ടാവാം.